Hi students, SLC IT model examile QGIS ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. A resource map named localmap.qgs is given in the QGIS projects folder in exam documents home. Open this file in QGIS desktop software and do the following activities. Show the layer main road in the resource map. Change the river color to blue. Save the resource map as an image file in the exam10 folder in home with your register number _ question number as file name. To save as an image file, use the option project save as image from the menu bar in the QGIS software. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് QGS എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഭൂപടത്തിലെ മെയിൻ റോഡ് ലെയർ പ്രദർശിപ്പിക്കുക. റിവർ ലെയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നദിക്ക് നൽകിയിരിക്കുന്ന മഞ്ഞ നിറം മാറ്റി ബ്ലൂ കളറാക്കുക. ഈ ഭൂപടം ചിത്ര ഫയലായി നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്കിനി ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ QGIS ഡെസ്ക്ടോപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പണായി വരിക. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെയുള്ള ഈ ഒരു ബ്രൗസർ പാനൽ നമുക്കിപ്പോൾ ആവശ്യമില്ല, അത് ക്ലോസ് ചെയ്തേക്കാം. ഇപ്പോൾ ഈ ലേയേഴ്സ് പാനൽ മാത്രം മതി. ഇനി നമുക്കിവിടേക്ക് മാപ്പ് ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് പ്രൊജക്റ്റ് മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ QGIS പ്രൊജക്ട്സിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ പഞ്ചായത്ത് ലോക്കൽ മാപ്പ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ മാപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഷോ ദ മെയിൻ റോഡ് ഇൻ ദ റിസോഴ്സ് ലെയർ. അപ്പോൾ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് ടിക്ക് കൊടുക്കുക. അപ്പോൾ ആ ഒരു റോഡ് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിവർ ലെയറിൻ്റെ കളറ് ബ്ലൂ ആക്കുക. അപ്പോൾ അവിടെയുള്ള ആ റിവർ എന്ന് പറഞ്ഞ ലെയർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ റിവറിൻ്റെ കളർ ഇവിടെ യെല്ലോ ആണ്. അത് ബ്ലൂ ആക്കാൻ വേണ്ടി ഇതിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അവിടെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം, കളർന്ന് കാണാം. ആ കളറിലൊന്ന് ക്ലിക്ക് ചെയ്ത് ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ അപ്ലൈ. ഓക്കെ. അപ്പോൾ ഇവിടെ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. സേവ് ദ റിസോഴ്സ് മാപ്പ് ആസ് ആൻ ഇമേജ് ഫയൽ ഇൻ ദ exam10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ question number as ഫയൽ നെയിം. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്റ്റിൽ സേവ് ആസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അവിടെ നിങ്ങളുടെ ഹോമിൽ exam10 നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ question number 3 എന്നുള്ളത് കൊടുത്തു. സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ അതൊരു PNG ഫോർമാറ്റിലാണ് സേവ് ആയിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റിസോഴ്സ് മാപ്പ് നെയിംഡ് localmap.qgs is given in the QGIS projects folder in exam documents in home. Open this file in QGIS desktop software and do the following activities. Open the attribute table of house layer in the resource map and display the details of house it contains. Take a screenshot and save it in exam10 folder in home with your register number _ question number as file name. Press the print screen key on the keyboard to take screenshot. Then copy the screenshot file from pictures folder and paste it into the exam10 folder in home. Rename the file instructed. അതിന് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള QGIS പ്രൊജക്ട്സ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് QGS എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഭൂപടത്തിലെ ഹൗസ് എന്ന പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ തുറന്ന് വീടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് പ്രിൻ്റ് സ്ക്രീൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ QGIS ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുക. പ്രൊജക്റ്റിൽ ഓപ്പൺ. ഇവിടെ ഹോമിൽ എക്സാം ഡോക്യുമെൻസിൽ QGIS പ്രൊജക്റ്റിൽ ലോക്കൽ മാപ്പ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഭൂപടത്തിലെ ഹൗസ് എന്ന പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ കാണിക്കാനാണ്. അപ്പോൾ ഇവിടെ ഹൗസ് എന്ന ലെയർ സെലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്ന് കാണാം. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു പഞ്ചായത്തിലുള്ള വീടുകളുടെ എണ്ണവും അതിൻ്റെ ഓണേഴ്സിൻ്റെ നെയിമൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ആട്രിബ്യൂട്ട് ടേബിൾ ഇവിടേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ മാപ്പും ആട്രിബ്യൂട്ട് ടേബിളും കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കാം.
അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കീബോർഡിലെ പ്രിൻ്റ് സ്ക്രീൻ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്തു. അപ്പോൾ ഈ ഒരു പിക്ചർ പോയിട്ട് സേവ് ആവുക പ്ലേസസിൽ പിക്ചേഴ്സിലാണ്. അപ്പോൾ ആ പിക്ചേഴ്സിൽ നമ്മളിപ്പം സേവ് ചെയ്ത ഈ ഒരു ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത ഫയലാണിത്. അപ്പം നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫയൽ നമ്മൾ സേവ് ചെയ്ത ഫയലാണ് ഈ കിടക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്കിൽ റീനെയിം കൊടുക്കുക. റീനെയിം കൊടുത്തിട്ട് ഫുൾ ബാക്ക് സ്പേസ് അടിച്ചു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ നമ്പർ 3 കൊടുത്തു. ഇത് റീനെയിം ചെയ്തു. ഇനി ശേഷം ഇത് റൈറ്റ് ക്ലിക്കിൽ കോപ്പി ചെയ്യുന്നു. ഹോമിൽ exam 10 റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റിസോഴ്സ് മാപ്പ് നെയിംഡ് localmap.qgs is given in the QGIS projects folder in exam documents in home. Open this file in QGIS desktop software and do the following activities. Create a layer named school, layer type point, attributes, name, code. Select this layer and mark a school on the map. Save the resource map using the option project save as in the exam 10 folder in home with your register number _ number as file name. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മാപ്പ് ഓപ്പൺ ചെയ്യാണ്. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ QGIS ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യാണ്. പ്രൊജക്റ്റിൽ ഓപ്പൺ കൊടുത്തു. ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ ഈ പറയുന്ന QGIS പ്രൊജക്റ്റിൽ localmap.qgs. ഇവിടെ നമ്മളിനി ചെയ്യേണ്ടത് ഒരു പുതുതായിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ പേര് കൊടുക്കേണ്ടത് സ്കൂൾ എന്നാണ്. ആൻഡ് അത് പിന്നെ നമ്മളൊരു സ്കൂളിൻ്റെ ഒരു ഇത് മാപ്പിൽ മാർക്ക് ചെയ്യാൻ വേണം. അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ലെയർ മെനുവിൽ ക്രിയേറ്റ് ലെയറിൽ ന്യൂ ഷേപ്പ് ഫയൽ ലെയർന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് എന്നുള്ളത് പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ലെയർ ടൈപ്പ് പോയിൻ്റ് ആണ്. അപ്പോൾ സ്കൂൾ മാർക്ക് ചെയ്യാൻ പോയിൻ്റ് ആണ്. ഇനി നമ്മളോട് റോഡൊക്കെ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ലൈനാണ്. അതേപോലെ വല്ല പാഡി ഫീൽഡൊക്കെ കൊടുക്കാൻ പറഞ്ഞാൽ പോളിഗൺ ടൂളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പോയിൻ്റ് ആണ് ഡിഫോൾട്ടായിട്ടിരിക്കുന്നത്. അത് തന്നെ സെലക്ട് ചെയ്തു. ഇവിടെ നെയിം ഫീൽഡ് എന്നുള്ളിടത്ത് നെയിം കൊടുക്കാം. ആദ്യം സ്കൂളിൻ്റെ നെയിമാണ്. ആ ടൈപ്പ് വേണ്ടത് ടെക്സ്റ്റ് ഡാറ്റയാണ്. എന്നിട്ട് ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് കൊടുത്തു. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് കോഡാണ്. അപ്പോൾ സ്കൂളിൻ്റെ കോഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ കോഡ് എന്ന് കൊടുത്തു. അവിടെ നമുക്ക് വേണ്ടത് ടൈപ്പ് എന്നുള്ളിടത്ത് ഹോൾ നമ്പറാണ്. അതും കൊടുത്തു. ആഡ് ടു ഫീൽഡ് ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇത് 2 ഡീറ്റെയിൽസാണ് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞത്. നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ചേഞ്ചസ് ഒന്നും കാണാനില്ല. നിങ്ങളുടെ താഴെയായിട്ട് ഒരു വിൻഡോ കിടപ്പുണ്ട്. അതൊന്ന് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാം. സേവ് ലെയർ ആസ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ലെയർ സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഹോമിൽ exam 10 നമുക്ക് തന്ന നെയിം തന്നെ ഇവിടെ കൊടുക്കാം. സ്കൂളിന് കൊടുക്കുന്നു. S ക്യാപിറ്റലാക്കി സ്കൂളിന് ടൈപ്പ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ QGISൽ സ്കൂളിന് പറഞ്ഞൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സെലക്ട് ദിസ് ലെയർ ആൻഡ് മാർക്ക് എ സ്കൂൾ ഓൺ ദ മാപ്പ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ എവിടെയെങ്കിലും ഒരു സ്കൂള് മാർക്ക് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ എന്ന ലെയർ സെലക്ട് ചെയ്തു. ഇനി തൊട്ട് മുകളിൽ നിങ്ങൾക്ക് കാണാം ടോഗിൾ എഡിറ്റിംഗ് എന്നുള്ള ഒരു ടൂൾ കാണാം. ആ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ടൂൾസ് എല്ലാം ആക്റ്റീവ് ആയതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ രണ്ടാമത്തെ ടൂൾ ആഡ് ഫീച്ചർ എന്നുള്ള ഈ രണ്ടാമത്തെ ടൂളൊന്ന് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ നിങ്ങളുടെ മാപ്പിൽ എവിടെയാണോ നിങ്ങളൊരു സ്കൂൾ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ID നമ്പർ കൊടുക്കുക. അതേപോലെ നെയിം എന്നുള്ളത് ഞാനിപ്പോൾ സ്കൂളിൻ്റെ നെയിം കൊടുക്കുകയാണ്. അതേപോലെ സ്കൂൾ കോഡ് കൊടുക്കുന്നു 470. എന്താണ് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് അതവിടെ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇത്ര മാത്രം കൊടുത്തു ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സ്കൂൾ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. സേവ് ദ റിസോഴ്സ് മാപ്പ് യൂസിങ് ദ ഓപ്ഷൻ പ്രൊജക്റ്റ് സേവ് ആസ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് സേവ് ചെയ്യേണ്ടത്. പ്രൊജക്റ്റിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഹോമിൽ exam 10 നിങ്ങളെ രജിസ്റ്റർ നമ്പർ എന്താണോ ആ രജിസ്റ്റർ നമ്പർ കൊടുത്തു. _ question number 3 എന്ന് കൊടുത്തു. സേവ്. ഓക്കെ, താങ്ക് യു.